ഒരു പ്രധാനപ്പെട്ട ആളിനെ പരിചയപ്പെടുത്താൻ മറന്നു. നമ്മുടെ ഇന്നത്തെ അന്നദാതാവ് മനസ്സിലായില്ലേ? പാലപ്പറമ്പിൽ തറവാട്ടിലെ പ്രധാന പാചകക്കാരി, പാചകരത്നം ഡോറിയ ഫെർണാണ്ടസ് അലിയാസ് ബിന്ദു പണിക്കർ കുറുപ്പ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇതാണ് ഈ കുറുപ്പ് സാറിൻ്റെ കുഴപ്പം. വീട്ടിൽ വരുന്നവരെല്ലാവരും പിടിച്ച് കുറുപ്പാക്കി കളയും. ഒരു എലിയാസും ഗിലിയാസും ഒന്നുമില്ല. ഞാൻ ഗ്ലോറിയ ഫെർണാണ്ടസ്. പാചകം എൻ്റെ രക്തത്തിലുള്ളതാണ്. എൻ്റെ മൂത്ത ചേച്ചി മമ്മൂട്ടിയുടെ വീട്ടിലെ കുക്ക, രണ്ടാമത്തെ ചേച്ചി മോഹൻലാലിൻ്റെ വീട്ടിലെയും മൂന്നാമത്തെ ചേച്ചി സരോജ് കുമാർ സാറിൻ്റെ വീട്ടിലെയും കുക്കാണ്. പിന്നെ എല്ലാവരും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ. എന്തെങ്കിലും ഏനക്കേട് തോന്നുകയാണെങ്കിൽ അടുക്കള ഭാഗത്തോട്ട് വന്നാൽ മതി. ഞാൻ നല്ല മരുന്ന് തരാം കേട്ടോ. താങ്ക് യു. അടുത്ത ഐറ്റം എൻ്റെ സെക്കൻഡ് വൈഫിന്റെ കുച്ചുപുടിയാണ്. മതിയാക്ക്. അയ്യോ ഇതാ നോക്കിയേ, ആരാ? റഹ്മാൻ മാസ്റ്റർ. നമസ്കാരം. ഹലോ. എന്നോട് വിരോധം തോന്നരുത്. കുറിപ്പിന്റെ ഈ കളി തുടരാൻ ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. അത്രയ്ക്കും വിഷമമുണ്ട് എനിക്ക്. ദാ ഇവിടുന്ന് ഒന്ന് വിളിച്ചാൽ വിളി കേൾക്കാവുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. എന്നിട്ട് അന്യദേശ ആൾക്കാർ പോലും പരിപാടിക്ക് ക്ഷണിച്ചു. എന്നിട്ട് എന്നെ മാത്രം ഒഴിവാക്കി. വളരെ മോശമായി പോയി കേട്ടോ. ഈ കുറിപ്പിന്റെ മകളെ 5 വർഷം ഡാൻസ് പഠിപ്പിച്ചവനാ ഞാന്. കണ്ടില്ലേ എന്റെ സ്റ്റുഡന്റ്? ആ 5 വർഷത്തിന്റെ ഫീസ് പോലും ഞാൻ വാങ്ങിയിട്ടില്ല. എന്നെ ക്ഷണിക്കാത്തതിന്റെ കാരണം എനിക്കറിയാം. നിങ്ങൾ ഈ കാണുന്നതെല്ലാം എന്റെ ബാപ്പയെ വെട്ടിച്ചുണ്ടാക്കിയ കാശാണ്. വേണ്ട വേണ്ട, ഈ പഞ്ചാറ് വാക്കൊന്നും വേണ്ട. കുറുപ്പ് സാറേ, നിങ്ങളൊന്നും മനസ്സിലാക്കണം. എന്നെ പോലെ ഒരു കലാകാരന് വേണ്ടത് ജനങ്ങളുടെ പിന്തുണ. അത് നിങ്ങൾ എല്ലാ കാലവും എനിക്ക് തന്നിട്ടുണ്ട്. അതിലെനിക്ക് നന്ദിയുമുണ്ട്. പക്ഷെ ഇന്നത്തെ പരിപാടി തുടരാൻ ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. യു ഓൾ ക്യാൻ ഗോ. കുറുപ്പ് സാറേ, എത്തി സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ. 1000 അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ സ്നേഹത്തെയാണ്. നിങ്ങൾ തന്ന ഊർജമാണ് ഈ സിരകളിലൂടെ ഒഴുകുന്നത്. സിനിമ എന്ന മഹത്തായ കലയെ നിലനിർത്തുന്നത് നിങ്ങളാണ്. ഞാൻ വൈകിയതിന് കാരണമുണ്ട്. ജ്വല്ലറിക്കാരുടെ സ്കീം അനുസരിച്ച് വധൂവരന്മാരെ ആശീർവദിക്കാൻ പോയി. പിന്നെ ചില നടന്മാർ പറയുന്നത് പോലെ ബ്രീത്ത് ഈസി ഡിഫിക്കൽട്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇഷ്ടംപോലെ ശ്വാസം വിട്ടോളൂ. അങ്ങനെ ഒരു പരസ്യചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഇന്നത്തെ ഈ സദ്യക്ക് എന്റെ കമ്പനിയുടെ പപ്പടവും പൊറോട്ടയും വിളമ്പുന്നുണ്ടല്ലോ അല്ലേ? എന്താ സംശയം? പക്ഷേ പൊറോട്ടയ്ക്ക് അല്പം കട്ടി കുറയ്ക്കാൻ പറയണം. ഇന്നലെ ഒരാളത് കടിച്ച് 2 പല്ലി പോയി. എന്താ പറഞ്ഞത്? പൊറോട്ടയ്ക്ക് നല്ല മയമുണ്ടായിരുന്നാ. അപ്പോ നമുക്ക് എല്ലാരും ഒന്ന് പരിചയപ്പെടാമല്ലോ. അതിനൊന്നും സമയമില്ല, എനിക്ക് പോണം. അങ്ങനെ പറയരുത്. ഒരു ഷേക്ക് എന്തെങ്കിലും. അതൊന്നും നമ്മുടെ കോൺട്രാക്റ്റിലില്ല. കുറച്ചുകൂടെ കാശ് തരേണ്ടി വരും. അതൊക്കെ ഞാൻ ചെയ്യാം. അല്ല, കോൺട്രാക്റ്റില് 2-3 ഐറ്റത്തിൽ പങ്കെടുത്തിട്ടേ അങ്ങ് പോകൂ എന്ന് ഉണ്ട്. അത് ശരിയാണ്. അതല്ലേ ഉള്ളൂ. അപ്പോ ഒരു ഹസ്തദാനമെങ്കിലും. വസ്ത്രദാനോ? അത് ചെയ്യാം. ഓക്കെ. സിനിമയെ കാണുന്നതിനേക്കാൾ വെട്ടിയെടുത്തേ. ബോബൻ കുഞ്ചാക്കോ കുറുപ്പ്, ജയസൂര്യ കുറുപ്പ്, ബിന്ദു പണിക്കർ കുറുപ്പ്, സമ്പ്രദ കുറുപ്പ്, കൽപ്പന കുറുപ്പ്, റഹ്മാൻ കുറുപ്പ്, ശ്വേതാമേനൻ കുറുപ്പ്, ഭാവന കുറുപ്പ്, നമ്മുടെ
സോറി എന്റെ ചെറുക്കൻ്റെ അടുത്ത് ഞാൻ വന്നതുകൊണ്ട് നിങ്ങളുടെ പരിപാടിയിൽ ബ്രേക്ക് ഒന്നും വരണ്ട. എന്താണ് അടുത്ത ഇനം? നമ്മുടെ അടുത്ത ഐറ്റം എന്റെ സെക്കൻഡ് വൈഫിന്റെ കുച്ചിപ്പുടിയാണ്. ഓഹോ, പറ്റില്ല, സമ്മതിക്കില്ലെന്ന് പറഞ്ഞില്ലേ? എന്നാ വേണ്ട, എന്റെ ഫ്രണ്ട്സിന് വേണ്ടി എന്റെ വകയായിട്ടൊരു ഡാൻസ് ആയിക്കോട്ടെ. അമ്പലക്കര തെച്ചിക്കാവലപ്പൂരം. അടിപൊളി. അത് കൊള്ളാം, അതെനിക്കും ഇഷ്ടമാണ്. അമ്പലക്കര തെച്ചിക്കാവിലെ പൂരം